ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബോളി അഥവാ പപ്പട വടയാണ്. വലിയ പപ്പടം കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ബോളി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പപ്പട വട തയ്യാറാക്കുന്നത്? ഈസിയാണ്, നല്ല ടേസ്റ്റിയായിട്ടാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു വിഭവമാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിടുക. അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ സൈഡ് വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമുക്ക് ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പപ്പട വട തയ്യാറാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിയും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, അതായത് ചെറിയ ജീരകം. പിന്നെ 1/2 ടീസ്പൂൺ കറുത്ത എള്ള്. കറുത്ത എള്ളില്ലെങ്കിൽ വെള്ള എള്ളായാലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. പപ്പടത്തിന് ഉപ്പുണ്ടെന്നറിയാമല്ലോ, അപ്പോൾ അതിന് വേണ്ടി മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ അരിപ്പൊടി തന്നെ മുക്കി വറുക്കുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒന്നെങ്കിൽ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/4 കപ്പോളം കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കണേ. എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ദോശമാവിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടി, അപ്പോൾ മുക്കി പറക്കാൻ വേണ്ടിയല്ലേ, അപ്പം പിടിച്ചിരിക്കണം. അപ്പം നമ്മൾ പപ്പടം എടുത്തേക്കുന്നുണ്ട്. ഇത് പപ്പട വടയ്ക്ക് വേണ്ടി വലിയ പപ്പടമാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പം വലിയ പപ്പടം തന്നെയാണ്. അപ്പോൾ നമുക്കിത് ചെറിയ പപ്പടം വെച്ചും ചെയ്യാം. നമുക്കിത് ഇതിനകത്തോട്ട് മുക്കിയെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കുള്ള ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റുന്നത് കേട്ടോ. ഒന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ ഇച്ചിരി ഒരു വലിയ ചരുവത്തിൽ വേണം എടുക്കാൻ. അപ്പോൾ ഞാനിത് കറക്റ്റ് പപ്പടത്തിൻ്റെ അത്രയും വലിപ്പമുണ്ട്. അപ്പം ഇത് മുക്കി നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പാടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓണാക്കാണ്ട് മറന്നുപോയത്. അപ്പം മുക്കിയിട്ട് ഇടുകയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വശം ഒന്ന് മൂത്തപ്പോഴത്തേക്ക് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മൂത്തൊന്ന് നോക്കാം. ഇങ്ങനെ കൊട്ടുമ്പോഴത്തേക്ക് പിന്നെ കിലാന്ന സൗണ്ട്, കിലാന്നുള്ള സൗണ്ട്. അങ്ങനെ നമ്മുടെ പപ്പട വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പട വട അല്ലെങ്കിൽ ബോളി എന്ന് പറയും, പപ്പട ബോളി. അപ്പം ഇത് നമുക്ക് തന്നെ നമ്മുടെ ചെറിയ പപ്പടം വെച്ചൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ചായ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കലക്കി ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റുന്ന ഒരു പപ്പട വടയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.